Watch India's largest kids library only on Jio Hotstar. Download the app now. John, Niku, stop. One minute. നിക്കടാ പണ്ടന്മാര്. അല്ല, നിന്റെ കാറിന്റെ പുറത്ത് എന്തിനാ ഞങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ചിരിക്കുന്നേ? പത്ലു, ഇത് എന്റെ പഴയൊരു കാറാണ്. ഇത് ഞാനൊന്ന് പെയിന്റ് അടിച്ചു, എന്നിട്ട് പുതിയതാക്കി മാറ്റിയതാ. ഇനി ഞാൻ ഈ കാറ് കൊണ്ട് കൊള്ളയടിക്കും, പിന്നെ മോഷ്ടിക്കുകയും ചെയ്യും. എല്ലാ മോഷണത്തിനും നിങ്ങളുടെ മുഖമായിരിക്കും നാട്ടുകാർ കാണുന്നത്. അടിപൊളിയായിരിക്കും അല്ലേ? നീ സൂക്ഷിച്ചോ, ഈ കാറും കൊണ്ട് മോട്ടിക്കാൻ പോവരുത്. പോയാൽ ഞങ്ങൾ നിന്നെ ജയിലടയ്ക്കും. പത്ലു, ചിങ്കം സാറിന് ഫോൺ ചെയ്തേ. വേണ്ട, ചിങ്കം സാറിന് ഒന്ന് വിളിക്കണ്ടതേ. ഞാൻ ഈ കാറ് പെയിന്റ് ചെയ്യാൻ വേണ്ടി 10,000 രൂപ ഇപ്പൊ ചെലവാക്കിയതേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ 10,000 രൂപ എന്നിട്ട് ഈ കാറും എടുത്തോളൂ. എനിക്ക് കാറിൽ നടന്ന് മോഷ്ടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എനിക്ക് കാർ എന്തിനാ സുഹൃത്തുക്കളെ? 10,000 രൂപയ്ക്ക് ഒരു കാറോ? പത്ലു, നീ എന്ത് പറയുന്നു? ആ ശരി, 10,000 രൂപയ്ക്ക് കാറെന്ന് വെച്ചാൽ ലാഭാ. എവിടെന്നെങ്കിലും പൈസ ഉണ്ടാക്കി വാങ്ങിക്കാം. ഇന്നാ പിടിച്ചോ, ഇതിൽ 10,000 മുഴുവനുണ്ട്. പക്ഷെ ഞങ്ങൾ ആദ്യം ട്രയൽ ഒന്ന് നോക്കട്ടെ. ഓ തരൂ. പത്ലു, നീ കയറിക്കോ. മോട്ടു, നീ പുറകിലിരുന്നാ മതി കേട്ടോ. അല്ല, ഇതിലെന്താ ഇഞ്ചൻ ഓൺ ആവുന്നില്ലല്ലോ? യാതൊരു ശബ്ദവും വരുന്നില്ലല്ലോ. ഇത് സൗണ്ട് ഒന്നും ഇല്ലാത്ത കാറാ പത്ലു. എഞ്ചിൻ ഓൺ ആയിട്ടുണ്ട്. ഗിയർ ചേഞ്ച് ചെയ്തോളൂ, എടുത്തോളൂ. ലെറ്റ്സ് സ്റ്റാർട്ട്. വാവ്, അടിപൊളി കാറാ. യാതൊരു ശബ്ദവും വരുന്നില്ല. നല്ല സ്മൂത്താ. ബൈ ബൈ മോട്ടു പത്ലു, ബൈ. മോഷണം ഒന്നും നടത്തിയില്ല, കൊള്ളയും നടത്തിയില്ല. വെറുതെ മോട്ടുവിന്റെ പത്ലുവിന്റെ കയ്യിൽ നിന്ന് 10,000 രൂപ കിട്ടിയ. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. അങ്ങനെ നമ്മൾ ഇന്ന് ജോണിന് ശരിക്കും ഒരു മണ്ടനാക്കി. വെറും 10,000-ന് കാർ മേടിച്ചു. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനി ഇത് നമ്മുടെ സ്വന്തം കാറല്ലേ? പത്ലു, ഈ കാർ ആ ചായക്കടയുടെ മുമ്പിൽ നിർത്തിക്കേ. നോക്കിക്കേ, എല്ലാവന്മാരും ഉണ്ട്. വരൂ, നമുക്ക് അവരെയൊക്കെ ഈ കാറ് കാണിക്കാം. ഈ കാറിന്റെ ബ്രേക്ക് പിടിക്കുന്നില്ലല്ലോ. അത് നോക്ക്, മോട്ടും പത്തിലും കാറിൽ പോയിക്കൊണ്ടിരിക്കുക. പൊളിച്ചെടുത്തല്ല. മോട്ടു പത്തിലും എപ്പോഴാണ് കാറ് വാങ്ങിയത്? ഓയ് മോട്ടു പത്ലു, നിക്കോ. ഓയ് മോട്ടു പത്ലു, എന്റെ ചങ്കുകളെ നിർത്തോ, വണ്ടി നിർത്തോ. അയ്യോ, ദേ അവര് നടുറോഡിൽ കയറി നിന്ന് നമ്മളോട് വണ്ടി നിർത്താൻ പറയുന്നു. പത്ലു, വേഗം വണ്ടി നിർത്ത്. നീ ബ്രേക്കിന്റെ കാര്യം വിട്. ഈ സ്റ്റിയറിംഗ് പോലും മര്യാദയ്ക്ക് വർക്ക് ആവുന്നില്ല. എല്ലാരും ഒന്ന് സൈഡിലേക്ക് മാറി നിൽക്കൂ. ബ്രേക്ക് പിടിക്കുന്നില്ല. സൈഡിലേക്ക് മാറി നിൽക്കേ. ബ്രേക്കില്ലേ, വണ്ടിക്ക് ബ്രേക്കില്ലേ. എന്റെ അമ്മോ, എന്തവിടെ നടക്കുന്നത്? ഞങ്ങൾ ഈ കാറ് ജോണിന്റെ അടുത്തുനിന്ന് 10,000 രൂപയ്ക്ക് വാങ്ങിച്ചതാ. അപ്പം നല്ലോണം ഓടിക്കൊണ്ടിരുന്നതാ. പക്ഷെ ഇപ്പൊ ഇതിന്റെ എഞ്ചിനും ഗിയറും ബ്രേക്കും ഒന്നും വർക്കാവുന്നില്ല. ഞാനൊന്ന് നോക്കട്ടെ. എന്റെ ചങ്കുകളെ, ഇതിനകത്ത് എന്തെങ്കിലും വേണ്ട ഇത് വർക്ക് ചെയ്യാൻ. പിന്നെ എഞ്ചിനില്ലാതെ ഈ കാർ ഇത്രയും ദൂരം ഓടിയത് എങ്ങനെയാ? ജോൺ നിങ്ങളെ മണ്ടന്മാരാക്കി അവൻ നിങ്ങൾക്ക് ഈ കാറ് വിറ്റിരിക്കുകയാണ്. അവന്റെ ശിങ്കിടികൾ ഈ കാറിന്റെ അകത്ത് ഇരുന്ന് അവരവ ഈ കാർ ഓടിപ്പിച്ചിട്ടുണ്ടാവുക. ഞാൻ പണ്ടും ഇതുപോലത്തെ ഒരുപാട് കേസുകൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് അവന്റെ നടുവടിച്ച് സൂപ്പാക്കി കുടിക്കും. നോക്കോ. മോട്ടു നിൽക്ക്. മോട്ടു, അവന്റെ ബുദ്ധി ഉപയോഗിച്ച് നമ്മളെ രണ്ടുപേരെയും മണ്ടന്മാരാക്കി. നമ്മളും അതുപോലെ ബുദ്ധി ഉപയോഗിച്ച് അവന്റെ കയ്യിൽ നിന്ന് പൈസ തിരിച്ചു മേടിക്കണം. പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? എന്തെങ്കിലും ആലോചിക്കൂ. പറ, എന്താ ചെയ്യാ? എന്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്, കേട്ടോ. മോട്ടു പത്ലു,
ആരെങ്കിലും അല്പസമയത്തിനുള്ളിൽ നമ്മളോട് യുദ്ധം ചെയ്യാൻ വരും. എന്നിട്ട് അവർ ആ പൈസ തിരിച്ചു ചോദിക്കും. അവരെ സ്വാഗതം ചെയ്യാൻ നമ്മളെല്ലാ തയ്യാറെടുപ്പുകളും നടത്തണം. നിങ്ങൾ ഞാൻ പഠിപ്പിച്ചതുപോലെ തന്നെ എല്ലാം കൃത്യമായിട്ട് തന്നെ ചെയ്യണം. എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് അറിയാലോ അല്ലേ? എല്ലാം ഓർമ്മയുണ്ട് ബോസ്, എല്ലാം ഓർമ്മയുണ്ട്. എന്നാ പിന്നെ പറയാം. ഇതിൽ പറയാൻ എന്തിരിക്കുന്നു ബോസ്, എല്ലാം ചെയ്ത് കാണിക്കാം. അതുപോലെ എന്നെ എന്തിനാണ് അടിക്കുന്നത്? എടാ കഴുതകളെ, എന്നെ എന്തിനാണ് അടിക്കുന്നത്? ഹലോ, ഓക്കെ ഓക്കെ. എന്താ? ശരി. 10 മിനിറ്റ് ഫോണായിരുന്നു. അവൻ പറഞ്ഞത് അവൻ ചായക്കടയിൽ വണ്ടി നിർത്തിയിട്ട് ചായ കുടിച്ചു കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കിയപ്പോ ആരോ കാറിന്റെ എഞ്ചിൻ അടിച്ചോണ്ട് പോയെന്ന്. അവന്മാർ എവിടുന്ന് ഒരു പഴയ എഞ്ചിൻ കൊണ്ടുവന്ന് ആ കാറിന് വെച്ചിട്ടുണ്ടെന്ന്. എന്ത് മണ്ടന്മാരല്ലേ ഇവന്മാര്? അവന്മാർക്കൊന്നും മനസ്സിലായി പോലുമില്ല. ആ 10 പറയുക, നമ്മള് കൊടുത്ത കാറുണ്ടല്ലോ അടിപൊളി കാറായിരുന്നെന്ന്. അതിന്റെ ബോഡി ഭയങ്കര ശക്തിയുള്ളതായിരുന്നെന്ന്. ഏത് റേസിലും 1ാം സ്ഥാനം കരസ്ഥമാക്കാൻ പറ്റിയത് അവർ ഇന്റർനാഷണൽ കാർ റേസിങ്ങിനുള്ള പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയാണെന്ന്. അതിന്റെ ഫസ്റ്റ് പ്രൈസ് ഉണ്ടല്ലോ 50 കോടിയാണെന്ന്. എന്നിട്ട് 10 പറയുക അവന്മാര് തന്നെ ജയിക്കുമെന്ന്. വരൂ, നമുക്ക് അവരുടെ പ്രാക്ടീസ് ഇത് കാണണം. ഡോക്ടർ ജഡ്ക, ജോൺ വരുന്നുണ്ട്. ഓ, ഇത് കണ്ടോ ചങ്ക്? നിന്റെ കാറിന്റെ പുറകിൽ എന്റെ കാറുണ്ട്. എന്റെ കാറിൽ നിന്ന് ഒരു കമ്പി വഴി നിന്റെ കാറും ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ആ, ഇപ്പൊ ഞാൻ സ്പീഡിൽ പോകാം. നിങ്ങളുടെ എഞ്ചിൻ ഇല്ലാത്ത കാറ് എന്റെ കാറിന്റെയും മുമ്പിലായിരിക്കും. ദൂരത്തുനിന്ന് കാണുമ്പോ വിചാരിക്കും നിങ്ങൾ ജയിച്ചെന്ന് ചങ്കുകളെ. ഞാനും ബോക്സറേട്ടനും നിങ്ങളുടെ കാറിന്റെ പിന്നാലെ വരാം. അപ്പൊ കണ്ടാ തോന്നും നിങ്ങൾ ജയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. പക്ഷെ ഈ കമ്പി ദൂരെ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയില്ലേ? ജോണിന് മനസ്സിലാവില്ലേ ഡോക്ടർ ജഡ്ക ഞങ്ങളുടെ കാറിനെ പുറകിൽ നിന്ന് പുഷ് ചെയ്യാണെന്ന്? ഓ എന്റെ ചങ്കേ, ഈ സ്പ്രേ അടിച്ചു കഴിഞ്ഞ് 3-4 മണിക്കൂറത്തേക്ക് ഈ കമ്പി ഇൻവിസിബിൾ ആയിക്കോളും. പിന്നെ ആർക്കും ഒന്നും കാണാനും സാധിക്കില്ല. ഇതാ കാണാം. ഓക്കെ, വരൂ നമുക്ക് റേസ് തുടങ്ങാം. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ആൻഡ് ഗോ. എവിടെയാണ് കാർ റേസ്? ഈ കാറിന് ഭയങ്കര സ്പീഡാണല്ലോ. ഇവര് പുതിയ എഞ്ചിൻ വെച്ചെന്നാ തോന്നുന്നത്. ഇവര് പറഞ്ഞത് പഴയ എഞ്ചിൻ വെച്ചെന്നാണല്ലോ. വെൽക്കം ജോൺ. നീ എത്ര നല്ല കാറാ ഞങ്ങൾക്ക് തന്നത്. ഇതിന്റെ ബോഡി വളരെ ലൈറ്റ് ആണ്. ഇത് റേസിൽ കാറ്റ് പോലെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. കാറ് നിർത്ത്, കാറ് നിർത്ത് പ്ലീസ്. ജോണെ, റേസ് തീർന്നിട്ട് നിർത്തിയേക്കാം. അപ്പത്തേക്ക് ഞാൻ വടിയാകും. അവൻ ചീറ്റ് ചെയ്തതിനുള്ള നല്ല ശിക്ഷ കിട്ടിക്കഴിഞ്ഞു. വാ, നമുക്ക് അവനെ മുകളിലേക്ക് വലിച്ചെടുക്കാം. മോട്ടും 10 എന്നോട് ക്ഷമിക്ക. ഈ കാർ എനിക്ക് തിരിച്ചു തരണം. ജോണെ, പക്ഷെ എന്തിന്? ഈ കാർ എന്റെ അച്ഛന്റെ അവസാനത്തെ സമ്പാദ്യമായിരുന്നു. പാപ്പാ, സോറി. ഞാൻ അങ്ങയുടെ ഈ കാറ് വിറ്റു തൊലച്ചു. പ്ലീസ്, എനിക്ക് കാറ് തിരിച്ചു തരണം. ഞാൻ നിങ്ങളുടെ 10,000 രൂപ തിരിച്ചു തന്നേക്കാം. പക്ഷേ ഞങ്ങൾ ഒരു 10,000 കൂടി ഇതിൽ മുടക്കിയല്ലോ. അതായത് ഈ കാറിനകത്ത് പുതിയ എഞ്ചിനും വെച്ചിട്ടുണ്ട്. പ്ലീസ്, ഞാൻ 20,000 രൂപ തരാം. ഇതെനിക്ക് തന്നെ തരണേ. ഇതെന്റെ അച്ഛന്റെ അവസാനത്തെ സമ്പാദ്യമായിരുന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്ക്. ഓക്കെ ഓക്കെ ജോൺ, എന്നാ പിന്നെ നീ പറഞ്ഞതുപോലെ. നീ കരയുന്നൊന്ന് നിർത്ത്. ഇന്നാണ് എനിക്ക് മനസ്സിലായത് നിന്റെ ഉള്ളിലും നല്ലൊരു മനുഷ്യന്റെ ഹൃദയമുണ്ടെന്ന്. ഹലോ ഡോക്ടർ ജഡ്ക, ഞങ്ങൾ ജോണിന്റെ താവളത്തിനടുത്തേക്ക് പോവുകയാണ്. നിങ്ങളും വരൂ. ഈ കാർ അവൻ തിരിച്ചു വാങ്ങിച്ചിരിക്കുകയാണ്. ഓക്കെ, മിഷൻ അക്കംപ്ലീഷ്. ഓവർ ഓവർ. ദാ എത്തി. ഇതാ പൈസ, ഇതാ പൈസ. ദേ ആ കമ്പി കാണുന്നു. ഇതാ 20,000 രൂപ തികച്ചുണ്ട്. താങ്ക് യു മോട്ടു പത്തലു, താങ്ക് യു. നിങ്ങൾ വളരെ നല്ല മനുഷ്യരാണ്. ബൈ 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 ബൈ. ബൈ ബൈ.
വാ നമുക്കൊരു ലോങ് ഡ്രൈവ് പോയിട്ട് വരാം. ഈ കാർ സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ. നിങ്ങൾ പോയത് എഞ്ചിൻ ചെക്ക് ചെയ്യ. എഞ്ചിൻ ഇല്ല ബോസ്, എഞ്ചിൻ പോലും ഇല്ല. എന്താ? Hey! The name is ചിങ്കം. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible. You are under arrest, John, for cheating Motu Patlu. Ha! ചതി അവന്മാരം ചെയ്തു. 10,000 രൂപയുടെ കാറ് എനിക്ക് 20,000 രൂപയ്ക്ക് വിറ്റു. അതെ, ബാക്കി 10,000 രൂപ ഫുർഫുറി നഗറിലെ പാവങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുവാനായി ഉപയോഗിക്കും. വരൂ, നമുക്ക് ജയിലിലേക്ക് പോവാം. പക്ഷെ അതിനു മുമ്പ് ഓൺ ദ സ്പോട്ടിൽ ഒരു പണിഷ്മെന്റ് കൊടുക്കണം. ഇല്ല, this is not fair. This is not fair. Watch India's largest kids library only on Jio Hotstar. Download the app now.